സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് ചൊല്ലിയാൽ ഇത്രയും നേട്ടമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ഒരു പക്ഷെ അറിയാത്ത, അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും അറിയാത്ത സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ചൊല്ലിയാൽ, 2 തവണ ചൊല്ലിയാൽ, 3 തവണ ചൊല്ലിയാൽ, 10 തവണ ചൊല്ലിയാൽ ഒക്കെ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വത്തെ കുറിച്ച് വളരെ കുറഞ്ഞ രീതിയിൽ ഞാനൊന്ന് പറയാം. എന്തായാലും നിങ്ങൾ ചൊല്ലും, ഉപകാരപ്പെടും, പാരായണം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ്. ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. നിങ്ങൾ ചെയ്യേണ്ടത്, സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ചെയ്യും. വലിയ ബർക്കത്ത് ചെയ്യും. നിങ്ങൾക്ക് ബർക്കത്ത് വേണോ? നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തോളൂ. ഇനി ഒരാൾ 2 തവണ പാരായണം ചെയ്താലോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെയും അവന്റെ കുടുംബത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യും. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ബർക്കത്ത് വേണമെങ്കിൽ 2 തവണ ചൊല്ലണം, പാരായണം ചെയ്യണം. ഇനി ഒരാൾക്ക് 3 തവണ പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്കും അവന്റെ കുടുംബത്തിനും അവന്റെ അയൽവാസികൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യും. എത്ര വലിയ നേട്ടമാണ്! ഇനി ഒരാൾ 10 തവണ ഒരു ദിവസം ചൊല്ലാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം എന്തെന്നറിയോ? നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേട്ടോളൂ, എല്ലാവരും ഇന്നു മുതൽ ചൊല്ലി തുടങ്ങിക്കോളൂ. 10 തവണ ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം സൃഷ്ടിക്കപ്പെടും, നിർമ്മിക്കപ്പെടും. ഒരു വീടുണ്ടാക്കി തരും നിങ്ങൾക്ക് സ്വർഗത്തിൽ. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ കുറെ പണം ചെലവഴിക്കണമെന്നില്ല, വേറെ ഒന്നും വേണ്ട. എല്ലാ ദിവസവും നിങ്ങൾ ഒരു 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ മതി. സ്വഹാബത്തൊക്കെ ഇത് കേട്ടതിനു ശേഷം സൂറത്തുൽ ഇഖ്ലാസിനെ ഞങ്ങൾ വർദ്ധിപ്പിക്കും നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചൊല്ലാൻ ഇന്ന് മുതൽ തുടങ്ങിക്കൂടെ? ഒരു 10 ഇഖ്ലാസ് എങ്കിലും ഒരു ദിവസം ഒരു വീട് നമുക്ക് ചൊല്ലാമല്ലോ. ഇൻഷാ അല്ലാഹ് ചൊല്ലുക എന്ന് ഞാൻ അബദ്ധത്തിൽ പറയുന്നു, പാരായണം ചെയ്യാമല്ലോ. അല്ലാഹു നമുക്ക് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.